എന്നെങ്കിലും ഒന്ന് ആസ്പത്രിക്ക് പോയിക്കൊണ്ടിട്ടാ. എന്നാലും നിങ്ങൾ ഒരു കണ്ണിന്റെ പോള ചിന്തിയിട്ടില്ല, ശ്വാസം മുട്ടിയിട്ട്. എന്നെങ്കിലും ഒന്ന് പോണെന്നേ ഞാൻ വിചാരിച്ചേക്കണു എബീസോ. മരുന്നൊക്കെ കഴിഞ്ഞും ചെയ്തേക്കണു. 10 മണിക്ക് ഡിസ്പെൻസറി തുറക്കുള്ളൂ, അപ്പോത്തിനാണ് പോകണം. നിങ്ങൾ എന്നാൽ ആസ്പത്രിയിൽ പോയി വരുമ്പോഴേ എൻ്റെ ഗുളിക ഒന്ന് കൊണ്ടുപോകണ്ടി. പ്രമേഹത്തിന്റെ ഗുളിക കഴിഞ്ഞിരിക്കും. ഇജ്ജ് എടുക്കാൻ സുക്കൂറ പോണോ? എനിക്ക് മലപ്പുറം വിട്ട് എവിടേക്കും പോകാൻ പറ്റപ്പാ. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടാവുമ്പോളേ ഓൾക്കും തന്നെ ഓളെ വരേക്കും പോകാൻ പറ്റണില്ല. കുറച്ച് ദിവസം നിങ്ങൾക്ക് അബ്ബാസിനോട് പോയിരുന്നൂടെ? ഞങ്ങൾ ഇവിടെ ഉണ്ടിച്ചിട്ട് എനിക്ക് ഓക്കും പോണോടത്ത് കണ്ടാ പോയിക്കൂടെ? അതിനെന്താ കുഴപ്പം? നല്ല കഥയായി. പേരെയും കൂടി നിങ്ങളെ ഏൽപ്പിച്ചാണ് ഞങ്ങളോട് പോവല്ലേ. ഇവിടെ പണ്ടും പൈസയും പല സംഗതികളും ഉള്ളതാണ്. ആരെങ്കിലും ഒക്കെ കയറിക്കാൻ എടുത്തുണ്ടായാലേ നിങ്ങളോട്ട് അറിയുണ്ടാവൂല. നിങ്ങൾ വാതിൽ തുറന്നിട്ട് കാണാൻ ആണ്ടും കൊണ്ടൊക്കെ പോകും. ഇപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, അബ്ബാസിനും സൂറാബിക്കും നിങ്ങളുടെ കാര്യത്തിൽ തീരെ ഒരു ഉത്തരവാദിത്തല്ലേ. ഓരോന്ന് വിളിച്ചന്വേഷണം കൂടില്ല നിങ്ങളെ വിവരങ്ങള്. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളടാ. ഞങ്ങൾ ഒന്നാമത് പോവാത്തതേ ഇവിടെ ഈ കുടി വിട്ടുകാണ്ട് ആണ്ട് പോയാലും ഒരു ഉറക്കം കിട്ടൂല. ഇവിടെ എന്റെ ഈ കിടക്കി കിടക്കുമ്പോൾ ഒരു ഉറക്കം കിട്ടുള്ളൂ. അതൊക്കെ എപ്പോഴെങ്കിലും ഒന്നാണ്ട് പോയേക്കണം. അപ്പോഴാരെയുള്ള ഉറക്ക് വരോ ഇല്ലെന്നൊക്കെ. മുട്ടയാൻ പോയടി. ഓന് പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളിവിടെ ഉണ്ടായിട്ട് ഓർക്കൊന്ന് തിരിയാനും പറ്റൂല. എടുക്കും നമുക്കൊന്ന് പോയി വെക്കാം. ഇജ്ജി എവിടക്ക് പോയി വെക്കാന്നാണ് നബീസ പറഞ്ഞിട്ടത്. അബ്ബാസിന്റെ അടുക്കല്ലേ. ഇപ്പൊ സുക്കൂർ പറഞ്ഞ മാതിരി തന്നെ പോയി എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചിട്ട് വരവുണ്ടോ? നമ്മളാണ് വലിഞ്ഞ് കയറി ചെന്നാലേ ഓന് പിന്നെ എന്തിനാ ഇപ്പോൾ പോകുന്നു ചോദിച്ചു. പിന്നെ പോകാനുള്ളത് സൂറാബിൻ്റെ അടുക്കാണ്. ഓളെ അമ്മോസനും അമ്മായിയും ഇവിടെ വെച്ചാതെടുക്കല്ലേ. അതിൻ്റെ അടിയിലേക്ക് ഇപ്പം നമ്മളും കൂടി ചെന്നാൽ അപ്പോൾ അതൊന്നും ശരിയാവൂല. ഇവിടെ തന്നെ അങ്ങ് നിൽക്കല്ലേ നല്ലത്. നിങ്ങൾ മറ്റൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ മരുന്നായിട്ടാണ് വന്നിട്ടേ നമുക്ക് അബ്ബാസിൻ്റെ അടുക്കൊന്ന് പോവാം. കുറച്ച് ദിവസം നമുക്ക് അവിടെ നിൽക്കാം. ഓന് നമ്മളെ മോനല്ലേ. കുഞ്ഞാനെ ഇവിടെ എന്നാ ഒരു കാര്യം പറയാണ്ട്. ആളെ ചിപ്പാക്കളെ എനിക്കവിടെ പണിയുണ്ട്. എന്താ കാര്യം? ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേ. ഇജിത് ആരോട് പറയരുത്. ഇജി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്നെ കൊണ്ട് കജ്ജോ? ഞാൻ ആരോട് പറയണ സുക്കൂറ? എനിക്ക് ഇവിടെ തീരാനോ ഒഴിവില്ല. ഇജി വേഗം പറയാം. എനിക്ക് ഇവിടെ പാത്രം പോറണ്ടേ. എളാപ്പ ചീത്തറേ. കുഞ്ഞോനെ, ഞാനൊരു കാര്യം ഏൽപ്പിച്ചാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അബ്ബാസിനോട് പോയെന്ന് പറയണം. എന്നിട്ട് അതിൽ തീരുമാനം എടുത്തരാൻ പറയണം. എന്താ വെച്ചാല് എൻ്റെ ഇമ്മി ഇപ്പിയും കുറേ കാലമായിട്ട് ഞങ്ങളപ്പാണുള്ളത്. തറവാട്ടുംപേരിയിലാണല്ലോ ഞാൻ ഉള്ളത്. തറവാട്ടിലുള്ള മക്കളെ നോക്കാൻ നിർബന്ധമൊന്നുമില്ല. പാനിമാനൊന്നും ഇമ്മാനിപ്പാനും ചെറിയ മക്കളെ നോക്കാൻ നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും നോക്കാം. എന്റെ അമ്മയും ബാപ്പയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഓലെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ പെരിയുന്നുണ്ടല്ലോ, എനിക്കോ പെണ്ണുങ്ങൾക്ക് കൊടുക്കോ തീരാൻ പറ്റാ. ഓലോടെ ഇട്ടുകാണ്ട് പോകാനും പറ്റൂലല്ലോ. ഇജ് അബ്ബാസിനോടൊന്ന് പറഞ്ഞു കുറച്ച് ദിവസത്തിന് ഇമ്മാനും ബാപ്പാനും ഒന്ന് കൊണ്ടുപോകാൻ പറയോ? ഇതൊക്കെ ഇജ് എന്നോ ചിന്തിക്കണേ. ഇപ്പോഴാണ് എനിക്ക് ബോധം വെച്ചത്. അബ്ബാസ് ഇവിടെ 2 കൊല്ലായി. ഓൻ എന്താ പണിയുള്ളത്? ഓൻ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ നടക്കുക. ഞാൻ നാളെ ഒരു ദിവസം കോട്ടക്കുന്ന് പോയപ്പോൾ അവിടെ ഉണ്ട്. എല്ലായിടത്തും ഹോട്ടലിൽ പോയാൽ അവിടെ ഉണ്ടാവും. ഇങ്ങനെ തിന്നുകൊണ്ട് അടക്കല്ലോനെ. അനക്കാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് തീരാനും പറ്റില്ല. വേണ്ട കൊണ്ടായി കൊടുത്താളാ. ഇത് ഞാൻ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കേനോ പറയാൻ പറ്റല്ലോ. ഇനി പറയല്ല, നിമർത്തില്ല. അതുകൊണ്ട് പറയാണ്. അബ്ബാസിന് പിന്നെ വേറെ സ്വഭാവം ഉണ്ട്. ഓൻ നാട്ടുകാരോടൊക്കെ പറയും ഓനാണ് ഇപ്പാനും ഇമ്മാൻ്റെ ഒക്കെ ചെലവ് കൊടുക്കേണ്ടത്. എന്ത് ചെലവ് കൊടുക്കണത്? എപ്പോഴും വരുമ്പോൾ മരുന്ന് കുടിച്ചോളൂ ഇറങ്ങണ 100 റുപ്യ കൊടുക്കും. പിന്നെ ഇമ്മാക്കാണെങ്കിലേ ഓന്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാണ്. ഇന്റെ പെണ്ണുങ്ങളെ കണ്ണിൻ്റെ വരെ കണ്ടുകൂടേനോ. ഇന്റെ പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ നോക്കണോ, വെള്ളം കൊടുക്കണോ, ചായ കൊടുക്കണോ, ചോറ് കൊടുക്കണൊക്കെ. അതിൻ്റെ ഒന്നും ഒരു നന്ദി ഇമ്മാക്കില്ല. തറവാട്ടും പേരിൽ ഉമ്മാനും ബാപ്പാനും എടുത്ത് നിൽക്കണേ മരക്കളെ സ്ഥിതിയൊക്കെ തന്നെയാണ്. ബാറെ പോയവർക്ക് തറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്റെ കാരണമല്ല അബ്ബാസ് കുറച്ച തരികിടാണ്. ഏതായാലും ഞാൻ ഒന്ന് അവനോട് പറഞ്ഞു നോക്കാം. എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചിരിച്ചോ? ആരെ ഇറച്ചിയപ്പോ നിങ്ങൾ തിന്നുണ്ട്? ഞങ്ങള് നാട്ടിലെ ഓരോ കഥകള് പറഞ്ഞ് ചിരിച്ചാണ്. അല്ല എവിടുന്ന് ഇപ്പൊ നിങ്ങള് വരുന്നു? ഞാൻ ഡിസ്പെൻസറിന്ന് വരികയാണ്. പനിയും കൊരിയൊക്കെ കൂടി ആയിട്ട് പോയതായിരുന്നു. അതിന്റെ ഇടയിൽ വേറൊരു സംഗതി ഉണ്ടായി. എന്താ കേസ് അവിടെ ഉണ്ടായി? നമ്മളെ ബീരാങ്കല്ലേ മരുന്നിന് വരിക്കുന്നു. അതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണു. എല്ലാവരും കൂടി പിടിച്ചുകാണ്ട് ആ ഉള്ളിക്ക് കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസോ ഒക്കെ ആറ്റുന്നുണ്ട്. സുക്കൂറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാളി. സുക്കൂറിനോട് അബ്ബാസിനോടൊന്നും വിളിച്ചാൽ ഒരു കാര്യമില്ല. ഓല് വരൂല. ഓലെ തള്ളനും തന്തനൊക്കെ തട്ടി കളിച്ചാണ്. ഓലെ കഥകളൊക്കെ പറമ്പിലെ കുഞ്ഞാനോട് ഒരുപാട് പറഞ്ഞതാണ്. എന്തിനാ സുക്കൂറജി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കണം? പ്രത്യേകിച്ച് ആ കുഞ്ഞാനോട്. അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? എനിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞോടേന്നോ? അപ്പൊ ആൾക്കാരൊക്കെ പറയണ്ടേ ഞാനും നമ്മളെപ്പാനും മാനും തട്ടി കളിച്ചാണ്. അബ്ബാസ്, ഞാനേ എന്നോട് പറയാൻ തന്നെ വിചാരിച്ച്. പിന്നെ കുഞ്ഞോനോട് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ ഓ ഈ നാട്ടുകാരോടൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വൈക്ക് തിരിയാൻ പറ്റണില്ല. എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഓളെ പെരേക്കും പോകാൻ പറ്റണില്ല. എൻ്റെ കച്ചവടത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടെ ഇപ്പാനും ഇമ്മാനും ഇട്ടുകാണ്ട് എങ്ങനെ പോവുക? ഇജ്ജ് പോലെ നോക്കി മടുത്ത സുക്കൂറെ. എനിക്ക് ഇന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ ഓലെ കൊണ്ടുപോകും. പെരയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഇപ്പൊ വന്നതിന് ശേഷമാണ് ആ റൂമിലൊരു ബാത്റൂം അടക്കം ഉണ്ടാക്കിയത്. അത് ഇബലെ കാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു.
എനിക്ക് വല്ല ബുദ്ധിമുട്ടായിക്കണെങ്കിലേ ഞാൻ നാളെ തന്നെ അവളെ കൊണ്ടുപോയിക്കോളാം. എന്റെ ബാത്റൂമിന്റെ പണി തുടങ്ങിയിട്ട് 4 മാസമായി. ഇജ് വന്ന് പറഞ്ഞതാണ് ബാത്റൂമിന്റെ പണി കഴിഞ്ഞ അപ്പൊ തന്നെ ഓലെ കൊണ്ടുപോയിക്കോളാന്ന്. ഇജ് ഇപ്പാനെ ഇമ്മാനെ രണ്ടാളും കൊണ്ടോണ്ട, ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയാൽ മതി. ഇപ്പതാ ഇവിടെ നോട്ടെ, ഇജ് ഇമ്മാനെ കൊണ്ടുപോയിക്കോ. ഇമ്മാനെ ഇജ് കൊണ്ടുപോയിക്കോന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇമ്മിന്റെ പെണ്ണുങ്ങളും തമ്മിൽ ഒക്കൂല, എനിക്കറിയണല്ലേ. എന്റെ പെണ്ണുങ്ങൾക്ക് ആകുമ്പോഴേ ഇമ്മാനെ സോപ്പിട്ടിക്കാണ്ട് നിൽക്കാൻ അറിയും. എമ്മാനെ മാത്രം കൊണ്ടുപോയാൽ മതിയോ? അത് ഞാൻ നാളെ തന്നെ കൊണ്ടുപോയിക്കോളാം. ഇപ്പാനപ്പം ഇജ്ജ് ഒറ്റക്കൂടെ നിർത്തിയാലേ എനിക്കിപ്പോ എറണാകുളത്തും കോഴിക്കോട്ടൊക്കെ പോകുമ്പോഴേ ഇപ്പൊ പിന്നെ എങ്ങനെ ഒറ്റക്കൂടെ നിൽക്കുവോ? അത് ഞാൻ പോകുമ്പോഴേ ഇപ്പൊ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇപ്പാനെ ചങ്ങായിൻ്റെ മൈമുട്ടിയാക്ക മൂപ്പരോടൊക്കെ ഞാൻ ആക്കി കൊടുത്തോണ്ട് ഇപ്പാനെ 2-3 ദിവസം ഇപ്പൊ അവിടെ നിന്നോളി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ സുക്കൂറെ. ഞാൻ നാളെ വരാം ഉമ്മാനെ കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ അവിടെ പണിക്കാരുണ്ട്, അവിടെ നിന്നില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. ഞാൻ പോയിക്കട്ടെ, ഞാൻ കേറില്ല, ഓലോട് പറഞ്ഞാണ്ടി. ഇപ്പാ ഞാൻ അമ്മാനായിട്ട് പോവാട്ടോ. നിങ്ങളുടെ ഒഴിവിനനുസരിച്ചാണ് വരുവണ്ടി. ആ എന്നാ ഞാൻ പോയി ഏറ്റെന്നോ. നിങ്ങളെ മരുന്നൊക്കെ എടുത്ത് കുടിച്ചോണ്ടി. മുട്ടിനോട് ഞാൻ പറഞ്ഞിക്കണു. ഓള് ചൂടാളം നിങ്ങൾക്ക് കിടക്കണോടത്ത് കൊടുന്ന് വെച്ചേരും. അതും ഞാൻ ഓളോട് പറഞ്ഞിക്കണു. മരുന്നൊക്കെ ഞാൻ എടുത്ത് കുടിച്ചോണ്ടടി. എൻ്റെ മരുന്നാളൊക്കെ ഇജ്ജും കുടിച്ചോണ്ടി ശരിക്കും കേട്ടോ. കുറെ കുട്ടികളൊക്കെ നോക്കോണ്ടി നല്ല. മമ്മ പോയി വരട്ടാ. മറ്റേ തോട്ടിന്റെ അടുക്കൊന്നും പോവേത്തിട്ടാ. എത്തമ്മ ഇപ്പൊ നൂറോൾച്ചമ്മാന്തിയൊക്കെ നിങ്ങൾ പോലെ ദൂരത്തേക്കൊന്നും പോകണില്ല, ഇവിടെ തന്നെ അല്ലേ ഇപ്പോ? പക്ഷെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. 40-40 കൊല്ലായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാനും ഇപ്പൊ ഇതുവരെയായിട്ട് പിരിഞ്ഞ് നിന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയെന്നേ കാരമ്മ. ഇതിപ്പോ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, ഇവിടെ തന്നെ അല്ലേ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരും ചേച്ചാ, ഇപ്പൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ ആണ്ടും വരും ചേച്ചാ. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചാൽ നിൽക്കണ്ട, നിങ്ങളിപ്പോ നടന്നൂടി. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു വിവരം അറിയിച്ചാലോ? പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിവരം അറിയിച്ചണ്ട. നമുക്ക് ഇയാളെടുത്തും ചോദിച്ചു നോക്കാം. ഇയാൾ അറിയാതെ ഇപ്പൊ എടുക്കും പോവില്ല. മുട്ടേക്ക് ഞങ്ങൾ വന്നതേ ഇപ്പാനും ഇമ്മാനും ഇന്ന് രാവിലെ ഒന്നും കാണാനില്ല. ഇങ്ങോട്ടേറ്റ് വന്നീന്ന് പോലെ രണ്ടാളും. നിങ്ങളുടെ കാര്യം ഇരിക്കി, ഇവിടെ ഉണ്ടായിട്ടേക്കാ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഇരിക്കി സബൂർ ചെയ്യ്. നിങ്ങൾക്ക് വെള്ളത്തേമാണ് വെള്ളമൊന്നും വേണ്ട. വന്നുകൂടെ അങ്ങോട്ട് എത്തിക്കണോ? ചേക്കണോ രാവിലെ കാണാതായി കൊടുപ്പാന്. ഇപ്പിമ്മി ഇവിടെ സുബൈന്റെ 10 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിക്കും. ഇവിടുന്ന് സുബൈസ്കരിച്ചിട്ടാണ് അവർ പോയത്. ഓരോടുക്ക പോയിക്കണേ മുട്ടേക്ക. നിങ്ങളിപ്പോ രണ്ടാളും ഓലെ വല്ലാതെ നോക്കി മടുത്തതല്ലേ. അപ്പൊ ആ നിലക്ക് ഓല് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഓൾക്ക് എല്ലാം കൊണ്ടും വളരെ ആയത്ത. രണ്ടാൾക്കും ഒരുമിച്ച് കാണാം, വർത്താനം പറയാം, എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാം. അങ്ങനത്തെ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കേണ്ടത്. എന്റെ കുട്ടികൾക്ക് ഇനി മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അത് എവിടെയാണോ മുട്ടേക്ക? ഞങ്ങൾ രണ്ടാളും പോയി കൊടുന്നോളാം. മക്കളെ പോകാൻ നമുക്ക് പോകാം, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഒരാൾ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഞങ്ങളെ രണ്ടാളെത്തി ഒരു ചെറിയ പേവ് പറ്റിക്കണു. നിങ്ങൾ പഠിച്ചോനെ വിചാരിച്ചാണ്ടേ ആ സ്ഥലം ഒന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ രണ്ടാളും വണ്ടിയിട്ട് പോയി കൊടുന്നോളാം പോലെ. നിങ്ങളെത്തേ ചെറിയ പേവൊന്നല്ല, വലിയ പേവേനെ പറ്റിയിരിക്കണം. അത് 1, 2 ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടേ നിങ്ങൾ വല്ല വേദനപ്പെടുത്തിയിരിക്കണം. അതൊക്കെ നിങ്ങളോട് പറയില്ല. ആ വിഷമമൊക്കെ കുറച്ചെങ്കിലും എന്നോടൊന്ന് പറിച്ചിട്ടുണ്ട്. എടാ അവനാൻ്റെ ആപ്പിമ്മയല്ലേ. നിങ്ങൾ ഉമ്മാനും ബാപ്പാനും പങ്കുവെച്ച് നോക്കുക. ഉമ്മാനെ വെച്ച് നോക്കിക്കോ, ബാപ്പാണ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ സൗകര്യത്തിനാളെ പാകെ ചെയ്തിരുന്നത് അല്ലേ. എനക്കൊന്ന് കേൾക്കണോ? ഇജല്ല എൻ്റെ പാൻ്റെ ഒക്കെ മൂത്ത കുട്ടി. ഇജുണ്ടാണതിന് മുമ്പ് ഞാനും എൻ്റെ അപ്പയൊക്കെ ഒപ്പം കല്യാണം കഴിച്ചതാണ്. പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മ പ്രസവിച്ചത്. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ 6 മാസമായപ്പോൾ ആ കുട്ടിക്ക് ഒരു പനി വന്ന് കണ്ട് മരിച്ചു. അത് മരിച്ചിട്ട് ആ ഒരു വിഷമം എൻ്റെ അമ്മക്ക് കുറെ ദിവസങ്ങളായിട്ട് ഒരു ജാതി ബുദ്ധിയില്ലാത്ത രൂപത്തിൽ എത്തിയിരുന്നു. പള്ളിക്കാട്ടിക്ക് വരെ പാഞ്ഞു പോയി. നട്ടപ്പാതിലാക്കൊക്കെ എൻ്റെ ബാപ്പ ബീരാങ്ക, നിങ്ങളെ ബാപ്പ പുച്ചു നോക്കി. അമ്മ
അതെന്തുകൊണ്ടാണ് ആ മക്കളുള്ള വേദന കൊണ്ടാണ്. ആ ഒരു കുട്ടിയാണ് 6 മാസമായ, അത് മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ ഇപ്പൊ 40-35 വയസ്സായല്ലേ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഇപ്പൊ വരൂല. നിങ്ങൾക്കൊക്കെ മക്കളാകുന്നുണ്ടല്ലോ ഇപ്പൊ. ആ മക്കളാൽ നിങ്ങളത് അനുഭവിക്കും. ഇപ്പൊ അനുഭവിക്കാതിരിക്കട്ടെ. കാരണം എന്താ അറിയോ, ഈ 2 പ്രായം ചെന്ന ആൾക്കാരാണ്. ഓല് കുറെ തിന്നാനും കുടിച്ചാനും കുറെ സന്തോഷിക്കാനല്ല, ഓരോ ആ ഒപ്പം നിന്നിക്കാണ്ട് മക്കളെത്തി നിന്നിക്കാണ്ടുള്ള ആ ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ട്. അത് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കിട്ടാനാണ് ഒരു ഒരുമിച്ച് നിൽക്കാന്ന്. അത് നിങ്ങൾ വേർപിരിച്ചാൽ നോക്കി ആ ഒരു പ്രയാസം ഓർക്ക് വല്ലാതെ ഉണ്ട്. അത് ഇങ്ങോട്ട് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ വേദന ഇന്നോട് വന്ന് പറഞ്ഞു. അയാൾ എന്തൊക്കെ സംഗതികൾ ചെയ്ത് വെച്ചിട്ട് ഒരു കോഴിക്കോട് ഒരു വൃദ്ധസ്ഥാനത്തിലുണ്ട്. അൽഹംദുലില്ലാ റാഹത്തിലാണ്. ഒരു കണ്ട കാണാൻ, വർത്താനം പറയാ, സുഖവിൽ അന്വേഷിക്കുക, അതിനൊക്കെ സൗകര്യം അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ കാരണോല് മരിച്ച കഥ പറഞ്ഞല്ലോ. ആ ഒരു കുട്ടി 6 മാസം ജീവിച്ചിട്ടുള്ളൂ. ഇമ്മാക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലായി. 35-40 കൊല്ലം ആ ഇങ്ങൾക്ക് ആ സ്നേഹം മനസ്സിലാക്കിയാൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പൊന്നാര മക്കളെ, സ്വന്തം ഉമ്മാനിപ്പാനെ ഒരു പെരിയിൽ നോക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിച്ചിട്ടുള്ളത്. സുക്കൂറിന്റെ അബ്ബാസിന്റെ അവസ്ഥ കണ്ടില്ല. ഇമ്മാനെ ഓരോരുത്തും ഇപ്പാനെ ഓരോരുത്തും കൊണ്ടുപോയി നോക്കുക. ഇങ്ങനൊന്നും ആരും ജഡ്ജെട്ടോ. ഓൾക്ക് ഈ വയസ്സ് കാലത്ത് ഒരുമിച്ച് ജീവിച്ചാനേക്കാരം പൂതി. ഓലെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ മക്കൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ചെല്ലേണ്ടത്. അതാണ് ഈ വീരാങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളത്.